ഓച്ചിറ സ്റ്റേഷനിൽ ചാർജ് എടുത്തു. ഇപ്പോൾ ചെന്നിറങ്ങിയേ ഉള്ളൂ. അവിടെ ഒരു വലിയ സംഘർഷം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ബീച്ചിലോട്ട് ചെന്നു. അവിടെ കണ്ടവരെയൊക്കെ നമ്മൾ പഠിച്ച രീതിയിൽ, ലോ ആൻഡ് ഓർഡർ രീതിയിൽ എന്തോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഓടിച്ചു വെച്ചു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ മീനൊക്കെ വിൽക്കുന്നൊരു ചേച്ചി, കുറച്ച് പ്രായമുള്ളവരാ, നീ വാടാന്നും പറഞ്ഞ് എൻ്റെ നേരെ ആഘോഷപൂർവമായ തെറി ശക്തികുളങ്ങരെന്ന് ആ ചേച്ചി എന്നെ വിളിച്ചു. അപ്പോൾ കരിങ്കലിരുന്ന 4-5 പേരുണ്ടായിരുന്നു. അവരെല്ലാം ഓടി. ഒരാൾ മാത്രം വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വെളുത്ത് നല്ല തടിയൊക്കെയുള്ള കുടവേറൊക്കെയുള്ള ഒരു 40 വയസ്സുള്ള ഒരാൾ വണ്ടി അടുത്ത് നിന്നപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിൽ ഞങ്ങളെ നോക്കി പേടിച്ചു പോയി. എന്നിട്ട് ഒരൊറ്റ തിരിച്ചില് ഈ കലിങ്കിന്റെ ബോളിൽ നിന്ന് നേരെ മറിഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇയാൾ ഉടുത്തിരുന്ന മുണ്ട് അതിൽ ഉടക്കിപ്പോയി. നിർഭാഗ്യവശാൽ അടിയിൽ യാതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇയാൾ ഓടിപ്പോകുമെന്ന് വിചാരിച്ച് ഞാനവിടെ നിൽക്കുമ്പോഴുണ്ട് അയാളുടെ നല്ല സമയം എതിർവശത്ത് നിന്ന് 2 ചേച്ചിമാർ കൊട്ടയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന സീൻ, പെട്രോൾ പമ്പിലേക്ക് ഒരാൾ പെട്രോൾ നനച്ച വെള്ളത്തുണി അത് കത്തിക്കാൻ തുടങ്ങുക. കത്തിച്ച് ഇതിനകത്തോട്ട് വയ്ക്കാനാ. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഓച്ചിറ ഉണ്ടാകത്തില്ല, ഉത്സവത്തിന് ചാകുന്ന ആൾക്കാർക്ക് കണക്കുണ്ടാകത്തില്ല, ഞങ്ങളുണ്ടാവില്ല, ചെയ്യുന്നവരുണ്ടാകത്തില്ല. ഏതോ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലായി. അടിക്കല്ല, നിവൃത്തിയില്ല. ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കിയത് തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ അവിടെ തൊട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ പറയാം. അത് ചിലത് രസകരങ്ങളാണ്, ചിലത് കുറച്ച് കുഴപ്പം പിടിച്ചതാണ്. പക്ഷെ ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അവിടെ ട്രെയിനിങ് അവസാനിക്കാറാകുന്ന സമയത്താണ് ഇടയ്ക്ക് എനിക്ക് സ്റ്റേഷൻ ചാർജൊക്കെ തരും. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ എസ് ഐ ഉണ്ട്, അതിൻ്റെ മുകളിൽ സി എ ഉണ്ട്. സിയുടെ കീഴിലാണ് സ്റ്റേഷൻ. അപ്പോൾ ഒരിക്കൽ കുറച്ച് സ്ത്രീകളെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, അവിടെ തൃപ്പൂണിത്തുറ വടക്ക് ഭാഗത്ത് അവിടെ ഒരാൾ സ്ഥിരമായിട്ട് കഞ്ചാവ് വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തത്. അപ്പോൾ ഒരുപാട് പ്രായമുള്ള ആളാണ്, എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല. എനിക്ക് കുറച്ച് അന്നത്തെ കുറച്ച് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇയാളെ പലതവണ പോലീസ് അവിടെ സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വന്നാൽ ഇയാളുടെ ഇത് 3-4 ബീഡി ഉണ്ടാവും. ബാക്കി ബീഡിയല്ല ഇയാൾ കുറച്ച് ദൂരെ കൊണ്ടുപോയി ഈ ഒന്നെങ്കിലും മരത്തിൻ്റെ പൊത്തിലോ അല്ലെങ്കിൽ ഈ സ്ലാബിനടിയിലൊക്കെ വെച്ച്, എന്നിട്ട് ആരുമില്ല, പോലീസ് ഇല്ലെന്ന് ഉറപ്പ് വരുമ്പോൾ ആരെങ്കിലും ചെല്ലുമ്പോഴത്ത് വിൽപ്പന നടത്തും. അന്നത്തെ ലെവലിൽ തന്നെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്ന ഒരാളാണ്. കടയിൽ ഒരു ചെറിയ കടയാണ്, അവിടെ കുറേ സാധനം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിൽക്കാറില്ല. കുറച്ച് ബീഡിയും സിഗരറ്റും അതൊന്നും ആരും മേടിക്കത്തില്ല. വാങ്ങിക്കണ ഇതാണ്, പുള്ളി ഇത് വെച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യം ഞങ്ങൾ പോയി റെയ്ഡൊക്കെ ചെയ്ത് നോക്കി. 1-2 ബീഡി അവിടെ നിന്ന് കിട്ടി. അത് ഞാൻ വലിക്കുന്നതാണ് സാറേ എന്ന് പറഞ്ഞു. വിൽപ്പന ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, പക്ഷെ വിൽപ്പന ഉണ്ടെന്നറിയാം. നാട്ടുകാർ ഭയങ്കര പ്രതിഷേധവും. ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ അവിടെ നിന്ന് സ്ത്രീകളൊക്കെ പറഞ്ഞു, ഇവിടെ കഞ്ചാവ് ഉണ്ടായിട്ട് പിടിക്കാതെ പോവുക, എല്ലാവരും പൈസ മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം പ്രൊബേഷൻ ടൈമാണ്, നമ്മളെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സഹിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇത് എന്താ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ അവിടെ നാട്ടിൽ കുറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്, ചെറുപ്പക്കാർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോൾ ഇവരെ കാണാറുണ്ട്. ചിലപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുകയും നാട്ടുവിശേഷമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെ ഒരു ദിവസം രാത്രി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളെ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ മിക്കവാറും ഇയാൾക്ക് കുറച്ച് അധികം പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് ഇത് കട പൊളിച്ച് മാറ്റുക അല്ലാതെ നിവർത്തില്ല. അപ്പോൾ കട പൊളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, സാറേ ഞങ്ങൾ രാത്രി ഇയാൾ ഇല്ലാത്ത സമയത്ത് ഈ കടയൊക്കെ പൊളിച്ച് കളഞ്ഞേക്കാം, പിറ്റേ ദിവസം കെട്ടാൻ വരുമ്പോൾ ഞങ്ങൾ സമ്മതിക്കത്തില്ല, സാർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ മതിയെന്ന്. ഇതൊരു അടുത്ത വീട്ടിലെ 3-4 പിള്ളേർ സ്ഥിരമായിട്ട് ഇത് വലിക്കാൻ തുടങ്ങി. ആ വീട്ടുകാർ ഭയങ്കര പ്രശ്നമായി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുമില്ല. അപ്പം സ്റ്റേഷനിൽ തന്നെ ചിലർക്ക് ഇതിനൊന്നും വലിയ താല്പര്യമില്ല, കേസെടുക്കാൻ താല്പര്യമില്ല, ഒന്നും ഒരുപാട് ഈ എഴുതാനും പിടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് താല്പര്യമില്ല. അപ്പം നമ്മളൊരു ധർമ്മ സങ്കടത്തിലായി. അപ്പം എന്നെ മകളിൽ നിന്ന് വിളിച്ച് പറയാൻ തുടങ്ങി, നീ ഇത് അവിടെ ചെന്നിട്ട് ഇതുവരെ ഒരു കഞ്ചാവ് കട അത് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു. കുറുക്ക് വഴിയെപ്പറ്റി ആലോചിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞത് ഞാനങ്ങ് പൊളിച്ചേക്കാൻ തുടങ്ങി. രാത്രിയായപ്പം അന്ന് പെട്രോളിങ്ങിൽ പോയാൽ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇയാൾ കടയിലുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് രാത്രി അവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് പൊളിക്കാതെ അയാൾ കടയിലുണ്ടെന്നോ. അപ്പോൾ ഇല്ല സാറേ, രാത്രിയാകുമ്പോൾ അയാൾ പോകും, വീട്ടിൽ പോകും. ഇവർ നോക്കിയിരുന്നു. ഞാനും അവിടെ 2 പ്രാവശ്യമൊക്കെ പോയി നോക്കിയപ്പോഴും ഇയാളുണ്ട്. അത് കഴിഞ്ഞ് എപ്പോഴോ ഇയാൾ പോയി. ഇവർ രാത്രി ഒന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ വിളിച്ചു നോക്കിയിട്ട് കേട്ടില്ല, ആരുമില്ലെന്ന് തോന്നി. അവിടെ ഇയാളൊരു ലോറി ഡ്രൈവറാണ്. അയാൾ ആ ലോറിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് റിവേഴ്സ് ഇട്ട് കടയ്ക്ക് 2 ഇടിയും കൊടുത്തു. കട മൊത്തം പൊളിഞ്ഞായി. പൊളിഞ്ഞു പോയിട്ട് വണ്ടി എടുത്തിട്ട് പോകുമ്പം അയാൾക്ക് ഒരു സംശയം, ഒരു കരച്ചിൽ കേട്ടോ. അയാൾ രാത്രി എന്നെ കോട്ടേഴ്സിൽ വന്ന് വിളിച്ചെണീപ്പിച്ചു. ഇതിൽ പറഞ്ഞു, സാറേ ഞാൻ ആ വണ്ടിയുടെ റിവേഴ്സ് ഇട്ട് 2 പ്രാവശ്യം ഇടിച്ച് കളഞ്ഞ്, എനിക്കൊരു സംശയം, കരച്ചിൽ കേട്ടോ. എൻ്റെ ഉറക്കം പോയി. ഞാൻ രാത്രി തന്നെ എന്ത് ചെയ്യണമെന്നറിയാം. ഇനി ആളെങ്ങാനും അതിനകത്തുണ്ടായിരുന്നെങ്കിൽ ഇത് പൊളിച്ചോന്ന് ഞാനും പറയുകയും ചെയ്തു. രാത്രിയായപ്പോൾ തിരക്കി
അവിടെ ചെന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ എന്തായാലും ആളെ കട പൊളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു ഇനി അയാൾ വന്നാൽ കെട്ടിക്കരുത്, ഈ റിസ്ക് ഒന്നും നമുക്ക് ഇനി എടുക്കാൻ വയ്യ, കെട്ടിക്കരുതാവും. രാവിലെ ആയപ്പോഴുണ്ട് ഭയങ്കര ബഹളം. ഇയാളുടെ കൂട്ടത്തിൽ കുറച്ചധികം ആൾക്കാർ അവർ പോലീസ് സ്റ്റേഷനിൽ വന്നു. കട തിരിച്ച് കെട്ടിയേ പറ്റുമോ? ഉടമസ്ഥൻ പറഞ്ഞു ഇനി അവിടെ കട കെട്ടിക്കത്തില്ല. അതിന് കുറച്ച് ആൾക്കാർ സപ്പോർട്ട്. മൊത്തത്തിലാകെ പ്രശ്നം. അത് ലോ ആൻഡ് ഓർഡറായി. പിന്നെ അതിനകത്തുനിന്ന് മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ടു. കട ഇനി കെട്ടണ്ട എന്ന് തീരുമാനിച്ചു. ആദ്യത്തെ തുഫാൻ ഞങ്ങൾ അവിടെ തുടങ്ങി. അന്ന് പക്ഷേ ഇങ്ങനെ ഒരു നശീകരണ പ്രവർത്തനത്തിൽ കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ തുഫാനിൻ്റെ കാര്യം പറഞ്ഞപ്പം അന്ന് പോലീസ് കുറച്ച് ഹൈ ഹാൻഡ്നെസ് ഒക്കെ കാണിക്കുമല്ലേ. ഞങ്ങൾ കാണിച്ചത് ന്യായീകരിക്കല്ല, പക്ഷെ സമൂഹത്തിന് വേണ്ടി അത് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നേരെ ട്രാൻസ്ഫർ ആയി പോയത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിൽ ചെല്ലുമ്പം അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അന്ന് ഭരണകക്ഷിയുടെ തന്നെ ഹർത്താലാണ്. എന്നെ അന്ന് ചെന്നിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് SP 2 ദിവസത്തേക്ക് ഡ്യൂട്ടി എന്നും പറഞ്ഞ് പരവൂർ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ അവിടെ ഒരു അബ്ദുൽ സലാം എന്ന് പറയുന്നൊരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഇതെല്ലാം വെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു പെട്രോളിങ് നോക്കിക്കോണം, റോഡിൽ കല്ലൊന്നും ഉണ്ടാകരുതെന്നോ, ഹൈവേ ആണ്, ക്ലീനായിട്ട് ഇട്ടേക്കണം, ആര് വന്നാലും അത് സമ്മതിക്കരുത്. നമുക്ക് അത് ഉത്തരവാണല്ലോ. പിന്നെ അന്ന് വേറെ പരിപാടിയൊന്നുമില്ല. കുറേ പോലീസുകാർ വന്നു. ഈ പോലീസുകാരൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യം കാണിക്കണം. എല്ലാ ചെറുപ്പക്കാരും പിള്ളേരാ. 2 വലിയ വണ്ടി പോലീസ് വേണ്ട. ഞാനൊരു വലിയ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയിട്ടും പുറകിൽ ഇത് നോക്കിയിട്ട് അന്ന് വയർലെസ് സെറ്റൊന്നുമില്ല, കൂടെ തന്നെ വന്നെങ്കിലേ അറിയുള്ളൂ. ഞങ്ങൾ ചെല്ലുമ്പോഴുണ്ട് കുറേ അധികം ആൾക്കാർ പരവൂർ ആ ഭാഗത്ത് ഹൈവേ തന്നെ നിന്നുകൊണ്ട് കല്ല് പെറുക്കി വെക്കുന്നുണ്ട് വലിയ. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ കൊല്ലം ജില്ലയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ 2 ദിവസം ഇൻഡിപെൻഡൻറ്റ് ചാർജ് അല്ല, ഈ ഹൈവേയിലെ ഇത് ഹർത്താലൊക്കെ ആയതുകൊണ്ടുള്ള ഡ്യൂട്ടിയാണ്. അവിടെ ചെന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ് കല്ല് വെക്കാനാണ് ഇരിക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി കല്ല് വെക്കുന്നവരെ ഇടയ്ക്ക് ചെന്ന് കയറിയപ്പോൾ അവർ തിരിഞ്ഞു നിന്നു. ഞങ്ങൾ ഈ ഉണ്ടായിരുന്ന പോലീസ് എല്ലാവരും കൂടെ അവരെ ഓടിച്ചിട്ടടിച്ചു, കല്ലൊക്കെ എടുത്ത് കളഞ്ഞു. തിരിച്ച് സ്റ്റേഷനിൽ ചെന്നപ്പം CI രാത്രി എവിടെയോ പോയ ആൾ വന്നിട്ട് പറഞ്ഞു പൊന്നുമോനെ ഇനി മുതൽ നീ എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത്? ഞാൻ പറഞ്ഞു സാറേ 2 ദിവസത്തേക്ക് ഇവിടെ വേണ്ട, നിന്നെ കൊല്ലം ജില്ലയിൽ തന്നെ കൊട്ടിയത്ത് കുറച്ച് ആവശ്യമുണ്ട്, അവിടെ ബഷീർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇരിക്കുന്നത്, നീ അങ്ങോട്ടേക്ക് പൊക്കോ, ഇവിടെ വേണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ രാത്രി അടിച്ച കൂട്ടത്തിൽ അവിടുത്തെ ആടേക്ക് റേലക്കന്മാർക്ക് അടി കിട്ടി. അപ്പോൾ അവരെല്ലാവരും കൂടെ രാത്രി തന്നെ സ്റ്റേഷനിലേക്ക് വരാൻ പോകും, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിടുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആഘോഷമായിട്ട് നേരെ കൊട്ടിയത്ത് വന്നപ്പോൾ തന്നെ എന്നോട് അദ്ദേഹം പറഞ്ഞു വേറെ ഇന്ന് ഡ്യൂട്ടിയൊന്നുമില്ല, ഒരു കട്ടിലും പില്ലോയും ഒക്കെ അവിടെ കിടപ്പുണ്ട്, നീ അവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കും, നാളെ രാവിലെയുള്ള ഭക്ഷണം ഞാൻ തരാം, ഇന്ന് റോഡിൽ കാണിക്കാൻ കൊള്ളാത്തതെന്ന് മനസ്സിലായി എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോൾ എനിക്കതൊരു ഇൻസൾട്ട് പോലെ തോന്നി. ഇത്രയും കാര്യമായിട്ട് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് കല്ലൊന്നും പെറുക്കിക്കാതെ വന്നപ്പോൾ ഇതെന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? പിന്നീടാണ് ഇതിൽ രാഷ്ട്രീയ കളികളും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഭരണകക്ഷിയുടെ നേതാവിനെ തല്ലിക്കഴിഞ്ഞാൽ CIയുടെ പണി പോകും, അതുകൊണ്ടാണ് എന്നെ ഓടിച്ചു വിട്ടതെന്ന് മനസ്സിലായി. രാവിലെ ഞാൻ നേരെ ഓച്ചിറ സ്റ്റേഷനിൽ ചാർജ് എടുത്തു. ആദ്യത്തെ ഡ്യൂട്ടി ഇൻഡിപെൻഡൻറ്റ്. എന്നോട് പറഞ്ഞു ശക്തികുളങ്ങര പാലത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അവിടെ ഞങ്ങളുടെ കരുനാപ്പള്ളി CI ഉണ്ട്, ബാക്കി ചവറ CI ജലരാജ് സാറും പാർട്ടിയൊക്കെ നിൽക്കുക. ചെന്നിറങ്ങിയപ്പോഴാണ് എൻ്റെ തലേ ദിവസത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ട് തൊഴിലാളികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ എൻ്റെ ബാച്ച്മേറ്റ് സാബുവിൻ്റെ ഒരു എയർ കിട്ടി, ഒരു പല്ല് പോയി, അവൻ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആൾക്കാരെല്ലാം ഇങ്ങനെ പോലീസുമായിട്ട് ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ചെന്നിറങ്ങിയേ ഉള്ളൂ, അവിടെ ഒരു വലിയ സംഘർഷം ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ അധികം ആൾക്കാരുണ്ട്, അതിൽ മത്സ്യത്തൊഴിലാളികളുണ്ട്, ബോട്ട് തൊഴിലാളികളുണ്ട്. 2 കൂട്ടരും 2 വശത്ത് നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്ലെറിയുകയും ചീത്ത വിളിക്കുകയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവരെയൊക്കെ ഒന്ന് ചേസ് ചെയ്ത് വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, പുതിയ പോലീസുകാരും, അവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. നമ്മൾ റെഡി ഗോ എന്ന് പറഞ്ഞാൽ അവർ പറക്കത്തെ പിള്ളേരാണ്. ഞാൻ ബീച്ചിലോട്ട് ചെന്നു, അവിടെ കണ്ടവരെയൊക്കെ നമ്മൾ പഠിച്ച രീതിയിൽ ലോ ആൻഡ് ഓർഡർ രീതിയിൽ എന്തോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഓടിച്ചു കളിച്ചു. അടി കൊണ്ടവരൊക്കെ ഓടി. കുറച്ചെല്ലാം കഴിഞ്ഞ് ആ ബീച്ചൊക്കെ ക്ലിയറായി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം. അവിടെ ഈ മീനൊക്കെ വിൽക്കുന്നൊരു ചേച്ചി, കുറച്ച് പ്രായമുള്ളവരാണ്. അപ്പോൾ അവരുടെ മകൻ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ഞാൻ അവരുടെ പുറത്തിട്ട് അടിക്കുന്നത് ഈ ചേച്ചി കണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പം നീ വാടാന്നും പറഞ്ഞ് എൻ്റെ നേരെ വന്നിട്ട് എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ ഉദ്ഘാടനം നന്നായിരുന്നു. ആഘോഷപൂർവമായ തെറി ശക്തികുളങ്ങരയെന്ന് ആ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ കൂടെ നിങ്ങളുടെ പോലീസുകാരൊക്കെ ഈ തെറിയുടെ ഒരു കാവ്യാത്മകതയും ഒറ്റയ്ക്ക് അഭിനയിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് സങ്കടവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. കാരണം ഇത്രയും പ്രായമുള്ളൊരു ചേച്ചി വിളിച്ചത് നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി റെയ്ഡും അറസ്റ്റും ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഞാൻ സ്റ്റേഷനിൽ ചെന്നു. 8 മണിക്ക് സ്റ്റേഷനിൽ ചെന്നപ്പോൾ
കടലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു എന്നോട്. സുനിൽ ആലപ്പുഴക്കാരനല്ലേ, അപ്പൊ ബീച്ചിലൊക്കെ നല്ല പരിചയം ഉണ്ടാകും, പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് കടലിൽ പോകാൻ തോന്നുന്ന ഒരു ബാർജാണ്. അത് പുഴ കഴിഞ്ഞ് അപ്പുറത്തേക്ക് കയറിയാൽ അപ്പം മുങ്ങും ഓൺ ദ സ്പോട്ട്. അതും എന്നെ വിട്ട് കുറച്ച് പോലീസുകാരുണ്ട്, തോക്കൊക്കെയാണ്. ഞങ്ങൾ ആ എഡ്ജ് വരെ ചെന്നപ്പോൾ എന്നോട് ബാർജിന്റെ അയാൾ എന്നോട് പറഞ്ഞു, ഇനി ഒരടി മുമ്പോട്ട് പോയാൽ ഈ സാധനം മുങ്ങും, സാറിന് നീന്തറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്യാവശ്യം നീന്തറിയാം, ഇവിടെ വീണാൽ പിന്നെ കടലിലേ കാണുള്ളൂ, അതുകൊണ്ട് നീന്താവുന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് ഈ സൈഡിൽ എങ്ങനെ നിൽക്കാത്തോ. പിന്നെ കാണുന്നത് ഒരു സൈഡിൽ മത്സ്യത്തൊഴിലാളികളും ഒരു സൈഡിൽ ബോട്ട് തൊഴിലാളികളും തന്ന് നമ്മുടെ ഈ മഹാഭാരത യുദ്ധത്തിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാണം വിട്ട് കളിക്കുക. തോക്കുണ്ട്, വയർലെസ് സെറ്റുണ്ട്. വയർലെസ് വിളിച്ചിട്ട് ഈ ഭൂമിയിൽ ആരെയും കിട്ടണില്ല, അത് യൂസേഴ്സ് ആയിപ്പോയി ആ ഏരിയയിൽ. പിന്നെ ആരോട് ചോദിക്കാനാ അവിടെ നിന്ന്. അപ്പൊ എന്നോട് ചോദിച്ച് ചെറിയ പോലീസുകാരുണ്ട്, സാറേ നമുക്ക് വെടിവെച്ചാലോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി വെടി വെക്കണോ, അന്ന് അറിയത്തില്ലല്ലോ, ഇനി വെടി വെച്ചില്ലേ കുഴപ്പമാകുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാമല്ലോ. പക്ഷെ അവിടെ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ബാർജ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൈഡിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുറച്ച് പേര് ഞാൻ ഇതിന്റെ മുകളിൽ കയറുന്നുണ്ടൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, മാറിപ്പോന്ന്. കുറെ കഴിഞ്ഞപ്പോൾ എന്തോ അതിൽ 2-3 പേര് പറഞ്ഞിട്ട് ഈ ബോട്ട് തൊഴിലാളികൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ വണ്ടി ബോട്ട് ഓടിച്ച് പോകാൻ തുടങ്ങി. അതിലൊരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ പൊക്കോട്ടെ സാറേ, സുനിൽ സാറേ എന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നീടാണെന്ന് മനസ്സിലായത് എൻ്റെ നാട്ടുകാരും ആയിരുന്നു അതിനകത്ത്. അതുകൊണ്ട് അവർ കരുണ തോന്നി വിളിച്ചോണ്ട് പോയതാണ്, അല്ലാതെ ഞങ്ങളുടെ ലോണ്ടോടൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല അന്ന് അവിടെ രക്ഷപ്പെട്ടത്. ഒന്നുകിൽ വെള്ളം മുങ്ങി ചാവുമായിരുന്നു, അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവുമായിരുന്നു. ഇതൊക്കെയാണ് പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ അവിടെ നോക്കുന്നത് കുറച്ച് രസകരമെന്ന് തോന്നാം, പക്ഷെ കുറച്ച് അതിനകത്തൊരു പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അന്ന് ഈ വൈകുന്നേരം കമ്പൽസറി പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഇത് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർ, മാർക്കറ്റിൽ പോയിച്ച് വരുന്ന ചേച്ചിമാർ, ഇവരെയൊക്കെ കളിയാക്കാൻ വേണ്ടി കുറച്ച് പേര് അവിടെ സ്ഥിരമായിട്ട് അവിടെയൊക്കെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ കമന്റ് അടിക്കും, വൾഗർ കമന്റ് അടിക്കും. അല്ലെങ്കിൽ കള്ളുകൂടിയന്മാർ അവിടെ വഴിയിലിരിക്കണമെങ്കിൽ ഈ സ്ത്രീകൾക്ക് കുട്ടികൾക്കും ഒക്കെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നോക്കും, റോഡ് പ്രത്യേകിച്ച് മെയിൻ റോഡല്ല. അങ്ങനെ അന്ന് പക്ഷെ ഒരു കാര്യം, ഈ പോലീസ് ജീപ്പിലെ പെട്രോൾ വണ്ടികളാണ്, ഇടയ്ക്ക് ഡീസലും വന്നു. പക്ഷേ ഇന്ധനം ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന ഇന്ധനം കൊണ്ട് ഒരു മാസം ഓടി സഹിക്കാൻ പറ്റില്ല. കാരണം പെട്രോളിങ് എല്ലാ ദിവസവും പോകണം, പിന്നെ കേസ് അന്വേഷിക്കാൻ പോകണം, അതൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ നാട്ടുകാരുടെ ഇതിൽ ഡീസൽ അടിക്കും, അതല്ലെങ്കിൽ പ്രൈവറ്റ് ആൾക്കാരുടെ ജീപ്പ്, ട്രക്കറോ ജീപ്പോ എടുത്തുകൊണ്ട് പോകും. അന്ന് അവിടെ ഈസിലി ചെട്ടിക്കൊണ്ടിരുന്നത് ഈ എക്സൈസുകാർ ഉപയോഗിക്കുന്ന ട്രക്കറുകളുണ്ട്, ചാരായ ഷാപ്പുകളുടെ വകയാണ്. ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. പക്ഷേ പോയില്ലെങ്കിൽ അടിമട്ടും ഒക്കെ ഉണ്ടായി നമ്മൾ ചീത്ത കയറും. അതുകൊണ്ട് ഇവരുടെ ട്രക്കർ, അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായം ഇത്രയേ ഉള്ളൂ. എവിടെയെങ്കിലുമൊക്കെ വാട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഓടിച്ചിട്ട് പിടിക്കും, അത് നിയമവിരുദ്ധമാണല്ലോ. അത് പിടിക്കുന്നത് കൊണ്ട് അവരുടെ സെയിൽ കൂടും, നമുക്ക് നമ്മുടെ ഡീസലും കിട്ടും. ഇതാണ് അന്നത്തെ പരിപാടി. മിക്കവാറും ഈ ട്രക്കറിന് പോയി പോലീസ് എന്നിട്ട് ബോർഡ് വയ്ക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബോർഡൊന്നും വെക്കില്ല, നേരെ അങ്ങ് പോകാൻ തുടങ്ങി. അങ്ങനെ ഒഴിച്ചു പോകുമ്പോൾ ഒരു ദിവസം ആ ബീച്ച് ഏരിയയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കലിങ്കിനടുത്ത് കൊണ്ടുപോയി, അത് പ്രത്യേകം പറയാറില്ല, ഈ പ്രൈവറ്റ് ഡ്രൈവർക്ക് അറിയാം എവിടെ ചവിട്ടണം. അത് കൊണ്ടുപോയി ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി ചവിട്ടി. അപ്പോൾ കലിങ്കിലിരുന്ന 4-5 പേരുണ്ടായിരുന്നു, അവരെല്ലാം ഓടി. ഒരാൾ മാത്രം വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വെളുത്ത് നല്ല തടിയൊക്കെയുള്ള കുടവേറൊക്കെയുള്ള ഒരു 40 വയസ്സുള്ള ഒരാൾ. അയാൾ ഒരു കളങ്കളം മുണ്ടൊക്കെ എടുത്ത് ഉടുത്തിരിക്കാൻ, എനിക്കവിടെ മുഖം പോലും ഇപ്പോഴും ഓർമ്മയുണ്ട്. വണ്ടി അടുത്ത് നിന്നപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിൽ ഞങ്ങളെ നോക്കി പേടിച്ചുപോയി. എന്നിട്ട് ഒരൊറ്റ തിരിച്ചിൽ ഈ കലിങ്കിന്റെ മുകളിൽ നിന്ന് നേരെ മറിഞ്ഞ് അയാൾ താഴേക്ക് വീണ്. താഴെ പാടമാണ്, നേരെ മറിഞ്ഞ പൊതുവിധം തിരക്കില്ലാത്ത ഉയരത്തിയും താഴെ വീഴും. അപ്പോൾ തന്നെ അയാളുടെ കിളി പോയി കാണും. അയാൾ വീണുടനെ അയാൾ ഓടാൻ തുടങ്ങി. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇയാൾ ഉടുത്തിരുന്ന മുണ്ട് അതിൽ ഉടക്കിപ്പോയി. നിർഭാഗ്യവശാൽ അടിയിൽ യാതൊന്നും ഇട്ടിട്ടില്ല. ഇയാൾ വല്ലാതെ പരിഭ്രമിച്ചു പോയി, കിളി പോയി, ഓട്ടം തുടങ്ങി. ഓടുന്നത് ഈ പാടത്തിന്റെ വരമ്പിൽ കൂടെ അങ്ങോട്ട് നേരെ ഓടിപ്പോവാൻ. പോയി പുറയുന്ന പോലീസുകാർ ഇട്ടാന്ന് വെച്ചപ്പോൾ ഞാൻ പറയും, മിണ്ടന്റെ പാവം ഓടിക്കോട്ടെ, ഇനി വെള്ളം വയ്ക്കല്ലേ, അയാൾക്കൊരു അബദ്ധം പറ്റി, ഇനി വെറുതെ നാറ്റിക്കേണ്ടെന്ന് പറഞ്ഞ് അയാൾ ഓടിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ ഇയാൾ ഓടിപ്പോകുമെന്ന് വിചാരിച്ച് ഞാനവിടെ നിൽക്കുമ്പോഴുണ്ട് അയാളുടെ നല്ല സമയം എതിർ വശത്ത് നിന്ന് 2 ചേച്ചിമാർ വട്ടിയൊക്കെ ആയിട്ട് കൊട്ടയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായത്. അവരെ കണ്ടതോടുകൂടി ഇയാൾ എന്തോ ഒരു പ്രത്യേക ശബ്ദം ഇട്ടൊന്ന് അലറിക്കൊണ്ട് തിരിച്ച് ഞങ്ങളുടെ നേരെ തന്നെ ഓടാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഇങ്ങോട്ട് ഓടി വരുമ്പോൾ അയാളുടെ ചിന്ത ഓടി വന്ന് തുണിയെടുക്കാമെന്നായിരിക്കും. പക്ഷെ കുറേ ദൂരം ഓടാനുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാനും കൂക്ക് വിളിക്കാനും ബഹളം വയ്ക്കാനും ഒക്കെ തുടങ്ങിയോടി ഇയാൾ മൊത്തത്തിൽ ഭ്രാന്തായി. അപ്പോൾ ആരോ എൻ്റെ പുറകിൽ നിന്ന് പോലീസുകാരനെ പറഞ്ഞിടാ, പാടത്തേക്ക് ചാടടാന്നോ. അയാൾ പാടത്തേക്ക് കമഴ്ന്ന് ചാടി നെല്ലിനിടെ വീഴുന്നു. ഞങ്ങൾ ആൾക്കാരോട് ഞാൻ പറയണ ഇനി അവനെ കൂലെ പൊക്കോട്ടെ, എല്ലാവർക്കും പറ്റും അബദ്ധമൊന്നും പറഞ്ഞ് ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് വിട്ട് അവിടെ നിന്ന് പോയി. രസകരമായ സംഭവം, 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ പരിചയമുള്ളൊരു സുഹൃത്തുണ്ട്, പുരുഷൻ എന്നാണ് പേര്, പുള്ളിയോട് CPIയുടെ നേതാവൊക്കെയാണ്. പുള്ളി എന്നെ കാണാൻ വന്നു.
എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ആ നിങ്ങളെ ആ മറ്റേ ഓടിച്ചിട്ടില്ലേ, മറ്റേ ആള് നഗ്നനായി ഓടിയാവ്. ഞാൻ പറഞ്ഞു, അയാൾ ചെന്ന് വെച്ച് ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പം കാണിച്ചോ. അതല്ല, അയാൾ ഓച്ചിറയിലെ ടാക്സി ഡ്രൈവറാണ്. അയാൾ പിറ്റേ തന്നെ ദിവസം ഇന്ന് രാവിലെ അയാൾ അവിടെ ടാക്സി സ്റ്റാൻഡിൽ വന്നപ്പോൾ അവര് എന്തോ കടലാസ് കൊണ്ടൊരു മാലയിട്ട് സ്വീകരിച്ചു. അവരല്ലെങ്കിൽ തന്നെ ഭയങ്കര കളിയാക്കുകാരാണ്. ഇയാൾ വന്നപ്പോൾ ഇയാളെ നാറ്റിക്കാവുന്നതിൻ്റെ മാക്സിമം നാറ്റിച്ചു, ആഘോഷമായിട്ട് കൂവി എടുത്തു. അപ്പോൾ ഇയാൾ അവിടെ മറ്റുള്ളവരെ കളിയാക്കാൻ മുമ്പിൽ നിന്നിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം ശരിക്കും മുതലെടുത്തു. പക്ഷേ ഇയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇയാൾ അവിടെ നിന്ന് കരഞ്ഞു. ഇനി ജോലിക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ മരിച്ചു കളയുമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. പിന്നെ അത് എൻ്റെ ജോലിയായി. ഞാൻ അയാളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട്, സാറേ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വെച്ച് ഞാൻ തുണിയില്ലാതെ ഓടി, എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായി. എനിക്ക് ചിരി വന്നു. അപ്പോൾ അകത്ത് പോലീസുകാരുടെ അടക്കി പിടിച്ച് ചിരിയേക്കാം. ഞാൻ പതുക്കെ എണീറ്റ് പുറകെ ചെന്നിട്ട് പറയടാ, അവരെല്ലാം പിടിവിട്ട് നിൽക്കാൻ, നീ എല്ലാം കൂടെ ഇവിടെ നിന്ന് തിരിച്ച അവസാനം പോലീസുകാരുടെ മുമ്പിൽ എങ്ങനെ കെട്ടിത്തോ, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, ഞാൻ അയാളത് ആശ്വസിപ്പിക്കട്ടെ. പിന്നെ അയാൾ അവിടെ നിർത്തിക്കൊണ്ട് ടാക്സി ഡ്രൈവർമാരെ വിളിച്ചു. ഞാൻ ഓർക്കുന്നത് അവരെ കുറേ പേര് പരിചയമുള്ള മുഖങ്ങളാണ്. എല്ലാവരും കൂടെ വന്ന് കയറിയ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലൊരുത്തൻ മുഖപ്പൊത്തി ഒരു ചിരി. അതോടെ വീണ്ടും അതിനകത്ത് കൂട്ടച്ചിരിയായി. എനിക്കും ചിരി അടക്കാൻ പറ്റാതെ പിന്നെ ഞാൻ അവരെ പറഞ്ഞ് ഇയാളെ മാറ്റി നിർത്തിയിട്ട്, ഇയാളെ ഈ എല്ലാം വൃത്തിയോട് കാണിക്കുന്നത് മിണ്ടല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കട്ടെ. അവന്മാരുടെ കയ്യേക്കാലം പിടിച്ച് അവരൊക്കെ ഇയാളെ കേൾപ്പിച്ച് അവരെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മേലാൽ അയാളെ ഈ പേരും പറഞ്ഞ് കളിയാക്കിയാൽ അവനെ ഞാനിവിടെ കൊണ്ട് നല്ല പോലെ പൊളിച്ചു വന്നു. വന്ന് പുതിയ എസ് ഐ ഒക്കെ ആയതുകൊണ്ട് പറഞ്ഞാൽ കുഴപ്പമാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ അവർ കളിയാക്കിയില്ല. പക്ഷേ അയാൾ എൻ്റെ വിശ്വസ്തരായിട്ട് കുറേ കാലം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുപോകാനും പരിചരണം കൊണ്ടാൻ. ഇനി ആ ഓച്ചിറയിലെ ഒരു വലിയ സംഭവം, ആ സംഭവത്തിൽ ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാകാമായിരുന്ന സംഭവം ഞങ്ങൾ എങ്ങനെ ഇല്ലാതാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് നമ്മൾ കൂടെ നിൽക്കുന്ന പോലീസുകാരെല്ലാം ചെറുപ്പക്കാരാണ്, എല്ലാം ഭയങ്കര ആത്മാർത്ഥമുള്ളവരാണ്. ഒരു ദിവസം എനിക്കൊരു പരാതി കിട്ടി ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന്. ആ സ്ത്രീയുടെ അടുത്തുനിന്ന് പരാതി വന്ന് അവർ ഗൾഫിലാണ്, അവരുടെ ഭർത്താവ് കാണാനൊക്കെ ചെറുപ്പക്കാരിയാണ്, കൊള്ളാവുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു അവരെയും കുട്ടികൾ പിന്നെ ആരോട് കുട്ടിയുണ്ട്, അപ്പം അവരെ ഇങ്ങനെ എപ്പോഴും ആൾക്കാർ അടുത്തുള്ള വീട്ടുകാർ കളിയാക്കുകയും ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പരാതി അറിഞ്ഞു തന്നു. അവരെ വിളിച്ചു വരുത്തി നല്ല കാര്യമായിട്ട് പേടിപ്പിച്ചു. അപ്പോൾ ഈ പരാതി അന്വേഷിക്കാൻ പോയ പോലീസുകാരനുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ നിന്നിട്ടാണ് ഇവന്മാരെ വിരട്ടിയത്. ഒരു 4-5 ആൾക്കാരുണ്ട്. അവന്മാരവിടുത്തെ സ്ഥലത്തെ കുജേശന്മാരും കൊള്ളാവുന്ന കുടുംബക്കാരും അത്യാവശ്യം റോഡീസൊക്കെ ഉള്ളവരുമാണ്. ഈ പിള്ളേര് ആ സ്ത്രീ ഇനി സംസാരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിട്ട് പേടിപ്പിച്ചു, നല്ലപോലെ നാറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അന്നങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. അത് പേടിപ്പിച്ചാൽ ഇവൻ്റെ പോക്കറ്റ് ഇടിക്കണം, ഹാർട്ട് ഇടിക്കണം, അതുവരെ പേടിപ്പിക്കും. അത് നോക്കി നിന്നിട്ടാണ് പേടിപ്പിക്കണം. ഞാൻ പിന്നെ അവനത് ചെയ്യരുത്. പക്ഷേ ഇവരുടെ ഈ രാഷ്ട്രീയത്തിലുള്ള പിടിപാടും ഇതൊക്കെ കൊണ്ട് ഇവന്മാർക്കൊരു അതിലൊരുത്തൻ്റെ ഒരു തിക്കാര. അവൻ രാത്രി അവരുടെ വീടിനടുത്തൂടെ പോകുന്ന വഴി അവരെ വീണ്ടും ഇതിൻ്റെ മതിലിൻ്റെ പുറത്തുനിന്ന് വിളിച്ചിട്ട് അവനെന്തോ ചീത്തയൊക്കെ പറഞ്ഞു, എന്നെ കാണിച്ചാൽ അവിടെ എന്നൊക്കെ പറഞ്ഞു. ഇവര് അപ്പം തന്നെ അപ്പോൾ ഒരു സന്ധ്യയായി, ഇവൻ കള്ളടിച്ചിട്ട് വരുന്ന വഴി എന്തുമായിരുന്നു. ഇവരപ്പം തന്നെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ റൈറ്റർ പറഞ്ഞു, എടേ അത് അവന്മാർ വീണ്ടും ചെന്നാൽ പെണ്ണിനടുത്ത് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന് രാത്രി നമ്മൾ ഇടപെടണം, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, നീ അവിടെ നിന്ന് വീട്ടിൽ പോകുന്ന വഴി അവിടെ നിന്ന് കയറി എന്താണെന്ന് ചോദിച്ചിട്ട് പൊക്കോളാൻ പറ. അതൊരു സതുദ്ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഇയാള് പോലീസുകാരൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നതിന് മുമ്പ് 2 അടിച്ചിട്ട് നിൽക്കാൻ. അപ്പോൾ ഞാനപ്പോൾ പോലീസുകാരിൽ അടിച്ചിട്ട് വരാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറാൻ അയാളെ വിളിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ അടിയൽപ്പം 2 ആയിരിക്കത്തില്ല, ഇച്ചിരി കൂടുതലായിരിക്കും. ഇയാളൊന്ന് വേച്ച് പോകുന്നൊരു ഇതായിരുന്നു. ഞാനില്ല, ഞാൻ പുറത്തോടെയാണ്. ഇയാൾ പിന്നെ വളരെ ഡ്യൂട്ടിയിൽ വ്യഗ്രത ഉള്ള ആളായി നേരെ അങ്ങോട്ടേക്ക് ചെന്നു. സന്ധ്യ കഴിഞ്ഞ സമയമാണ്. വാതിൽക്ക് ചെന്നു, ബെല്ലടിച്ചു. ഇയാൾ വാതിൽക്ക് ബൈക്ക് വെച്ചു. ചെന്നപ്പം ഇവർ പറഞ്ഞു, സാറേ അകത്തോട്ട് കയറി ഇരിക്കാമെന്ന് പറഞ്ഞു. ഇയാൾ വേച്ച് അകത്തോട്ട് കയറി അവിടെ ചെയ്ത്. അപ്പോൾ അവിടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കാൻ. അതിലേതോ ഒരു കുബുദ്ധിക്ക് തോന്നി ഇത് നല്ലൊരു അവസരമാണ് ഇവരെ നാറ്റിക്കാനും. ഈ പോലീസുകാരനകത്ത് കയറി ഇരുന്ന് സംസാരിച്ചു, ഇച്ചിരി നേരം കൂടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴേക്കും ഇവര് പുറത്തുനിന്ന് ആളെ കൂട്ടി ഇതിനകത്തൊരു പിന്നെ പോലീസുകാരൻ വന്ന് കയറി കുറേ നേരമായി, ഉച്ചയ്ക്ക് വന്നാണെന്നൊക്കെ പറഞ്ഞൊരു പബ്ലിസിറ്റി വന്നു. ഇവിടെ നാട്ടുകാരെ ഇളക്കി. അങ്ങനെ ഒന്ന് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ തന്നെ ഈ സദാചാര പോലീസ് ഉണരുമല്ലോ. ഈ സദാചാര പോലീസ് എല്ലാവരും കൂടെ കൂടി വന്ന് ഈ ഡോർ അങ്ങ് അടച്ചുണ്ടെങ്കിൽ ഈ മണ്ടൻ പോലീസുകാരൻ പറഞ്ഞ് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ടാണ് ആളെ കാണാതിരിക്കാൻ. അപ്പോൾ അവർക്ക് സൗകര്യം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളി. ഞാൻ പെട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് അകത്തോട്ട് കയറുന്ന സമയത്താണ് വിളി വന്നത്, സാറേ ഏതൊരു വീട്ടിൽ നമ്മുടെ ഒരു വീട്ടിലെ ആ പെണ്ണിൻ്റെ വീടിനടുത്താണെന്ന് പറയുന്നത്, അവിടെ രാത്രി സന്ധ്യയായപ്പോൾ ഒരു കള്ളം കയറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ കള്ളനെ അങ്ങനെ പരസ്യമായിട്ട് ഈ സമയത്ത് കള്ളൻ കയറി എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്തു. അപ്പോൾ അന്ന് ആർക്കും അറിയാം, ആ സ്ഥലം അറിയാം, ഡ്രൈവർ വേണുവാണെന്ന് തോന്നുന്നു. നേരെ വണ്ടി ഓടിച്ച് അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആൾക്കൂട്ടം, ടോർച്ചുണ്ട്, ഗ്യാസ് ലൈറ്റും ഒക്കെ ആയിട്ട് എന്തോ ഒരു വലിയ സംഭവം നടന്ന പോലെ ഇരിക്കുക. ഞാൻ ചോദിച്ചു എന്താ, ഞാൻ പറഞ്ഞു സാറേ ഈ വീട്ടിൽ, അപ്പം എനിക്ക് ഈ വീടും ഈ പെണ്ണാണ് ഇതിനകത്തൊന്നും എനിക്ക് അറിയത്തില്ല. നേരെ അങ്ങോട്ടേക്ക് കയറി ചെന്ന് പറഞ്ഞു ഇതിനകത്തൊരു കള്ളൻ ഇരിപ്പുണ്ട്, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ പെണ്ണിനെ പിടിച്ചു വെച്ചിരിക്കുക എന്തോ കണ്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴോ ഞാൻ ഒറ്റ ചവിടൊരു വാതിൽ ഉറക്കാൻ ചെന്നപ്പോഴത്തേക്ക് തന്നെ വാതിൽ അവർ തന്നെ തുറക്കണമെന്നപ്പോൾ ഞാൻ അകത്തോട്ട് കയറി ഉടനെ പോലീസുകാരൻ ഞാനാണല്ലോ ചെല്ലുന്ന ധൈര്യത്തിലാണ് എൻ്റെ കയ്യെ കയറി പിടിച്ചു. സാറേ എന്ന് വിളിച്ചില്ല, അതിനു മുമ്പ് ഞാൻ 2-3 ഇടി അയക്ക് പോയി. എന്നെ രാത്രി എന്തോ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിച്ചിട്ടാണ് ഞാൻ 2 കൊണ്ടം നല്ലപോലെ പോയി. ഇയാൾ പറഞ്ഞ് താഴെ വീണു, താഴെ കിടന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ ഇന്നയാളാണ്, പോലീസുകാരനാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നു ചോദിച്ചു. പറഞ്ഞു സാറേ എല്ലാം കൈവിട്ട് പോയി സാറേ. ഞാൻ എന്ത് പറ്റി? അപ്പോഴാ സ്ത്രീ എന്നോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ വിളിച്ചപ്പോൾ പോലീസുകാരനെ അയച്ചേക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്ന്, പുള്ളിച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർക്കേന്ന് സംസാരിച്ചാൽ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അകത്ത് കയറാൻ പറഞ്ഞു. യുവമാർ പുറത്തുനിന്ന് പോയി, മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പം നല്ലൊരു പണിയാണ് അവർ കൊടുത്തത്. ആരോ ആലോചിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അവളോട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണ് ആ കൊടുത്തത്. ഇതാ അപ്പം പിന്നെ ഇയാളെ കൊണ്ടുവരണ്ടേ, ആൾക്കാർ ഇവരടികളായിട്ടീടാന്നൊക്കെ പറഞ്ഞ് നിൽക്കാം. ഞാൻ പുറത്തോട്ടിറക്കി, പോലീസുകാരാണെന്ന് നോക്കിയില്ല, ഊരിക്കൊണ്ട് പോരണമല്ലോ. പുറത്തിട്ട് 2 എണ്ണം കൂടെ പൊട്ടി കേരള വണ്ടിയിൽ എന്തും പറഞ്ഞ് കയറ്റി. ഇയാളെയും കൊണ്ട് വരുന്നപ്പോൾ ഞാൻ ചോദിച്ചോളൂ എന്തെങ്കിലും പണ്ടരാടോ താൻ, കള്ളടിച്ചുകൊണ്ടാണോ രാത്രി പിന്നെ ഓരോ വീടുകളിലൊക്കെ പോകണോ? ഞാൻ ചെയ്യാൻ പാടും, നമ്മൾ മദ്യപിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയതിനെ സാറേ റൈറ്ററാണ് എന്നോട് പറഞ്ഞാടാ നീ ഒന്ന് കയറി വെച്ച് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മൾ പോലീസല്ലേ, വന്ന് കയറിക്കൊടു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത് സ്പെഷ്യൽ റിപ്പോർട്ട് പോവും, നിനക്ക് സസ്പെൻഷൻ ഉറപ്പാ. പിന്നെ ഞാൻ SP യോട് ഒന്ന് പറഞ്ഞു നോക്കാം, ഇതാണ് കാരണമെന്ന്. രാത്രി തന്നെ ഞാൻ സിയോടും സംസാരിക്കാമെന്നും പറഞ്ഞ് അവനെയും കയറ്റി വന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് അവിടുന്ന് റൈറ്ററും പാർട്ടിയും കൂടെ ചാടി പുറത്ത് വന്നു. രാത്രി ഓച്ചിറ അമ്പലത്തിൽ ഉത്സവം നടക്കാൻ 12 വിളക്ക്, ഭയങ്കര ആളാണ്. ക്ഷേത്രത്തിനകത്തൊക്കെ നിറച്ച് പോലീസൊക്കെ ഉണ്ടാവും, പോലീസ് പിക്കറ്റ് ഉണ്ടാവും, പെട്രോളിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നും ഉറക്കം ഉണ്ടാകത്തില്ല. 12 ദിവസം ഇതിൻ്റെ പുറകെ തന്നെയായിരിക്കും. വെളുക്കുന്നവരെ പോകും, രാവിലെ ഒന്ന് കിടന്നുറങ്ങും, ഉച്ചയാകുമ്പോൾ വീണ്ടും വരും, അങ്ങനെയാണ്. അപ്പോൾ ചാടി പുറത്ത് തന്നെ പറഞ്ഞ് സാറേ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നു, അവിടെ ഏതൊരു പമ്പിൽ, തൊട്ടടുത്തൊരു പമ്പിൽ അടി നടക്കുന്നു, അതുകൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞു. ഒരുപാട് ആളുണ്ട്, എന്താ കാര്യം എന്നറിയത്തില്ല, കലാപം ഉണ്ടാകുമെന്ന് തോന്നുന്നു പറഞ്ഞു. കലാപം ഉണ്ടാകാൻ കാര്യമെന്ന് പിന്നെ ഞാനൊന്നും നോക്കില്ല, നേരെ ആ വന്ന വണ്ടിയിൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്രായിക്കാട് അവിടെ കണ്ടുള്ള ഒരു ശശി, മീസിലുള്ള ആളാണ്, നല്ല ഹൈറ്റും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളാണ് ശശി. ഞാൻ പിന്നെ മോനേന്ദ്രനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഓച്ചിറ താമസിക്കുന്ന ആളാണ്. എൻ്റെ ഡ്രൈവർ വേണു പഴയ പട്ടാളക്കാരനാണ്. പിന്നെ ഈ പിടിക്കപ്പെട്ട പോലീസുകാരനോ. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന സീൻ, പെട്രോൾ പമ്പിലേക്ക് ഒരാൾ പെട്രോൾ നനച്ച വെള്ളത്തുണി അത് നനച്ചിട്ട് കത്തിക്കാൻ തുടങ്ങുക. കത്തിച്ചിട്ട് ഇതിനകത്തോട്ട് വയ്ക്കാനാ. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഓച്ചിറ ഉണ്ടാകത്തില്ല, ഉത്സവത്തിന് ചാകുന്ന ആൾക്കാർക്ക് കണക്കുണ്ടാകത്തില്ല, ഞങ്ങളുണ്ടാവില്ല, ഈ ചെയ്യുന്നവരുണ്ടാകത്തില്ല. ഏതോ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലായി. അടിക്കല്ല, നിവൃത്തിയില്ല. അവനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് നിൽപ്പുണ്ട്. ഞങ്ങൾ അടിയെ കാണും. അടി എന്ന് പറഞ്ഞാൽ കാര്യമായ അടിക്കുക. അവർ ഞങ്ങളെ അടിച്ച് ഏറ് വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് അടിക്കുന്നുണ്ട്. ജീപ്പിന് പടപട ഏറ് വന്നു. ആദ്യത്തെ ഏറിന് തന്നെ വീണ്, ഡ്രൈവർ വേണു, വയസ്സനാ. പുള്ളി എന്തൊക്കെ പറയും സാറേ എൻ്റെ കാലൊടിക്കുന്ന തോന്നുന്നത്. ഞാൻ പറഞ്ഞു വണ്ടി കയറുന്നതാണ്. ഹാഫ് ഡോർ, ബാക്കിലെ ഡോർ തുറന്നു, ഒരൊറ്റ തള്ളു വേണു അകത്ത്. അപ്പം അടിയോ നടക്കുന്നുണ്ട്. 2 ലൈറ്റ് ഇരുന്നത് ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടി. അപ്പം ഞങ്ങളെ കണ്ടറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിനോടൊക്കെ ഒരുത്തൻ ഓടി വന്നിട്ട് എന്തോ ഒരു സാധനം കൊണ്ട് അടിക്കുകയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ 2 പേരും ഇരുന്നു. അപ്പോൾ ശശിയുടെ സൈഡിൽ നിന്നാണ് അടി വരണം, കാരണം എന്നേക്കാൾ ഹൈറ്റുള്ളതുകൊണ്ട് അടി ശശിയുടെ തലക്കെട്ടി ആദ്യം കൊണ്ടുപോകും. ആ അടി കൃത്യമായി ജീപ്പിൻ്റെ സൈഡിൽ കൊണ്ട് പടതായും എല്ലാം കൂടെ കീറി അങ്ങോട്ട് പോയി. പക്ഷേ ശശി ഒറ്റ പിടിത്തത്തിന് ആ ഇരുമ്പൊടി വാങ്ങിച്ചെടുത്ത് ഒരു ചവിട്ടം കൊണ്ട് പോയി. ചവിട്ട് കൊടുത്തോടുകൂടി അവൻ്റെ കയ്യിൽ നിന്ന് വടി പോയി. പിന്നത്തെ അടി മുഴുവൻ ശശി ആ ഇരുമ്പൊടിക്കാനടിച്ചു. വേറെ മാർഗമില്ല. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടി. ഇരുട്ടത്ത് ഒരു പരിചയമില്ലാത്ത എവിടെ നിന്നോ വന്ന കുറച്ച് ആൾക്കാർ, ഇവരാരാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, ആക്രമിക്കുന്നുണ്ട്, ഞങ്ങൾ അടിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ നിന്ന ഈ പോലീസുകാരൻ അവൻ്റെ കള്ളൊക്കെ പോയി ഇന്ന് എൻ്റെ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കൂട്ടം ഒന്ന് ഒതുങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്താ കാര്യം ചെയ്ത് പറഞ്ഞ് ഈ ടീം എന്തോ ഒരു റാലിക്ക് പോയതാണ് തിരുവനന്തപുരത്തിൽ. അപ്പോൾ വടക്ക് നിന്ന് കാസർഗോഡ് വരെയൊക്കെയുള്ള ആൾക്കാർ അന്ന് പോകുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ
തിരിച്ചു വരുന്ന വഴി ഈ പമ്പിൽ ഡീസൽ ചോദിച്ചിട്ട് കൊടുത്തില്ല. ആ കൊടുക്കാത്തതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഈ അടിയുണ്ടാകാൻ. ഈ പമ്പിലെ ആളൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഈ വന്നവർ വേറൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. രണ്ടുപേരും തമ്മിൽ അവിടെ ഞങ്ങൾ ഇടപെടാതിരുന്നാൽ ഒരു വലിയ കലാപം ഉണ്ടാകുകയും കേരളത്തെ പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ സംഭവമായി മാറാമായിരുന്ന ഒരു വിഷയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ 4-5 പേര് ചേർന്ന് അടിച്ചൊഴിവാക്കിയത്. പക്ഷേ വന്ന് 40ഓളം വണ്ടി അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിടിച്ചു. അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ അടികിട്ടിയവരൊക്കെ പോയി. ഇതിനിടയ്ക്ക് ഒരാൾ ഓടിച്ചെന്ന് അവിടെ ക്ലാപ്പനുള്ളൊരു റെയിൽവേയിൽ നിന്ന് മാറി വന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അവൻ പാറ നിൽക്കുന്നത്, അവനെ പിടിച്ച് അടിയെടുത്തു. പിന്നെ അവിടെ നാട്ടുകാരെല്ലാവരും കൊണ്ട് അവനെ പിടിച്ച് പഞ്ഞി കിട്ടും. പിന്നെ അവിടെ മൊത്തം ഇടിയാ, റോഡ് നീളം മുഴുവൻ അടിയായിരുന്നു പോലീസ്. ഇതിനിടയ്ക്ക് ഈ സംഭവം പറഞ്ഞ് നമ്മുടെ ക്യാമ്പിലെ പിള്ളേർ അവിടെ കിടന്നവരെല്ലാവരും കൂടെ ഓടിയോ. അവർ 10-40 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആവശ്യത്തിന് ഫോഴ്സായി, വണ്ടിയൊന്നും പോകാതായി, ഹൈവേ മുഴുവൻ ബ്ലോക്കായി. 1.5 മണിക്കൂർ ബ്ലോക്കായി കിടക്കുമ്പോൾ CA ഞാനിവരാരെയും വിടാൻ തയ്യാറായില്ല. എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ കുറേ എണ്ണം അവിടെയൊക്കെ കിടപ്പുണ്ട്, അടി കൊണ്ട്, കാലിനടി കൊണ്ടതും തലക്കടി കൊണ്ടതും കൈ ഒടിഞ്ഞതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വീണ് പരിക്ക്. അപ്പം ശശിക്ക് എവിടെയോ കൈക്ക് എവിടെയോ എന്തോ കുപ്പി കൊണ്ട് കുത്തോ ഏറോ ഏണ്ട് കെട്ടിയിട്ടുണ്ട്. ശശിയുടെ കൈയെ ബ്ലഡ് ഉണ്ട്. കൂടെ നിന്ന് അടിച്ച മറ്റേ പോലീസുകാരൻ്റെ പരിക്കുന്നില്ല, അവൻ എൻ്റെ പുറകിൽ നിന്നുകൊണ്ടാണ് അടിച്ചെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ അടിയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ശാന്തമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും കളിച്ചാൽ ഞാൻ വെടിവെക്കുന്നു. അപ്പോൾ ഇത്രയും ഊശിരായിട്ട് അടിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വെടിവെക്കുമെന്ന് പറയും. പിന്നെ എൻ്റെ കൂടെ ആൾ വരികയും ചിലപ്പം സംഗതി ശാന്തമായി. അപ്പോഴത്തേക്ക് നമ്മുടെ CA മോഹൻ സാർ ഓടിയത്. അദ്ദേഹം പറഞ്ഞു, ഇനി നീ ഹാൻഡിൽ ചെയ്യണ്ട, നീ വിട്, ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അവന്മാർ ഇപ്പം പറഞ്ഞുവിട്, അതല്ലെങ്കിൽ വേറെ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല, നീ അവരെ പറഞ്ഞുവിട്, നമുക്ക് അവരെ പിന്നെ അറസ്റ്റ് ചെയ്തോളാം. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അവരെല്ലാവരും നേരെ പോന്നു. ഹരിപ്പാട് വന്ന് അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് അവർ അഡ്മിറ്റായി. 32 പേരെ എന്തോ ഉണ്ടായിരുന്നു അടി കിട്ടിയവരെല്ലാം. അപ്പോൾ ഞങ്ങൾ രാത്രി മുഴുവനും പിന്നെ അതിലേക്ക് ഇറങ്ങി കിടന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ പമ്പിലെ ആൾക്കാരോട് എല്ലാവരും അടച്ചു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ആ പരിസരത്ത് ഒരാളുണ്ടാകാതെ ഇരിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ ഗംഭീര പ്രകടനം നടത്തി എല്ലാത്തിനും ഓടിച്ചു വിട്ടു. ബാക്കിയുള്ളവരൊക്കെ ക്ഷേത്രത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു, ഉത്സവം കാണാനുള്ളത്. അങ്ങോട്ട് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഇടനാഴിയൊക്കെ സൃഷ്ടിച്ച് വളരെ വിജിലൻ്റായിട്ട് കുറേ ലൈറ്റും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളവിടെ നേരം വെളുക്കുന്നവരെ കൊടുക്കാനായപ്പോൾ ഞാൻ വിചാരിച്ച് പോയി ഒന്ന് ഫ്രഷായി വരാം. ഞാൻ ആരൊക്കെ അഡീഷണൽ സീമയുണ്ട് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട്, ഇപ്പോൾ ഡ്രൈവറെ പറഞ്ഞ്, സാറേ ഞാൻ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് കുളിച്ച് റെഡിയായിക്കോട്ടെ, സാറ് വണ്ടി വന്നേക്കില്ലെന്നോ. ശരിയെന്നോ. ഞാൻ കുളിച്ച് റെഡിയായി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിയറിംഗെ പിടിച്ചപ്പോൾ ഞാൻ കരഞ്ഞു, അലറിപ്പോയി. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു നക്കിൾ കാണാനില്ല. രാത്രിയിൽ അപ്പോൾ ഇടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ആൾക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഹൈമൈ മറന്നുള്ളതിന് എന്തോ പറ്റി, ഒന്നുകിൽ അടി കെട്ടിയത് അല്ലെങ്കിൽ ഇടിച്ചടിഞ്ഞോ. എനിക്ക് പിന്നെ അനക്കാൻ വയ്യ. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ നക്കിൾ അകത്തോട്ട് പോയിരിക്കാൻ. പിന്നെ വണ്ടി ഓടിക്കാനും വയ്യ. അപ്പോഴത്തേക്ക് നീര് വന്ന് കൊണ്ടിട്ടാണ്. പിന്നെ ഒറ്റ കൈ കൊണ്ട് പറഞ്ഞ ഉരുട്ടി സ്റ്റേഷനിൽ വന്ന് നേരെ പോയി പ്ലാസ്റ്റർ ഇട്ട്. പക്ഷേ പ്ലാസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞാലും ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഉത്സവത്തിന് അവിടെ SHO സ്ഥലത്തില്ലാതെ കാര്യം നടക്കില്ല. അതുകൊണ്ട് ഒടിഞ്ഞ കൈയും പ്ലാസ്റ്ററിലിട്ട് ബാക്കിയുള്ള ദിവസങ്ങളും കൂടെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ലീവ് എടുത്തത്. കൊച്ചിറയിലെ അങ്ങനെ കുറച്ച് അനുഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നാലെ പറയാം. ഇതുവരെ എന്നെ കേട്ടിരുന്നവർ നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് പ്രോത്സാഹനം തരുന്നത്. ബൈ.